ഞെട്ടിക്കുന്ന പ്രൊമോ, ശരിക്കും ഞെട്ടിക്കുന്ന പ്രൊമോ. സിബിൻ ബിഗ് ബോസ് വീടിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. പ്രൊമോ വന്നിട്ടുണ്ട്. സത്യം എന്താണ്? സിബിൻ പുറത്തായോ? കാരണം പ്രൊമോക്കകത്ത് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ട്വിസ്റ്റ് നടന്നിട്ടുണ്ടോ? എന്താണ് സംഭവം? സിബിൻ ഷോക്ക് വിറ്റ് ചെയ്തോ? വാക്ക്ഡ് ഔട്ട് ആയോ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ സിബിൻ പുറത്തായതായിട്ടാണ് ഇപ്പോൾ പുതിയ ഒരു പ്രൊമോ വന്നപ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയത്. ഇന്ന് കുറച്ച് നേരം മുമ്പ് ഒരു പ്രൊമോ വന്നിരുന്നു. സിബിൻ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഓക്കെ ആയിട്ട് എന്നെ ഇനി പ്രേക്ഷകർ പറയട്ടെ, അപ്പോഴേ ഞാൻ പോകുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോ വന്നത് നമ്മളെല്ലാവരും കണ്ടു. ഓക്കെ, കണ്ടു. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു കേസിൽ. പ്രൊമോക്കകത്ത് ഇന്ന് നമ്മളെ പ്രൊമോ വന്നപ്പോൾ കണ്ടത് സിബിൻ വീണ്ടും പഴയതുപോലെ മൈക്കൊക്കെ ഒരു ദൂരെ എറിയുന്നു, ക്യാമറയെ നോക്കി പറയുന്നു. പക്ഷേ ക്യാമറയെ നോക്കി പറയുന്നതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത്. ഇന്നത്തെ സെയിം സീൻ എടുത്ത് നാളെയും കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു സംഭവം, ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേംഡ് ആയിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. സിബിൻ പുറത്തായി നീ പ്രൊമോ വന്നിട്ട് പോലും സിബിൻ പുറത്തായെന്നോ പുറത്തായില്ലെന്നോ ഞാൻ 100% അറിഞ്ഞിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തട്ടിവിടാം. ഈ പ്രൊമോ വരെ വന്നു, ആ സിബിൻ പുറത്തായി, ഞാൻ അറിഞ്ഞു, വീഡിയോ ഇടാൻ വന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ തട്ടി പറയാം. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല. സിബിൻ ഇതുവരെ പുറത്തായെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, പുറത്തായില്ലെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത് പുറത്തായില്ലെന്നാണ് കേൾക്കുന്നത്. ഇത് അപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാനോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. കാരണം പ്രൊമോക്കകത്ത് എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിബിനെ കാണിക്കുന്നുണ്ട്. കൺഫഷൻ റൂമിലേക്ക് പോയിരിക്കുന്ന സിബിൻ്റെ കണ്ണിൽ മറ്റേ ബ്ലൈൻഡ്സ് കെട്ടിക്കൊണ്ട് സിബിനെ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ വീട്ടുകാർ മൊത്തം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു എന്തോ സംഭവം. ഇങ്ങനെ ഋഷി ഇങ്ങനെ കൈ കൊടുത്തിരിക്കുന്നു, അൻസിബ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആകെ മൊത്തം എല്ലാവരും വിഷമിച്ചിരിക്കുന്ന കാണിക്കുന്നുണ്ട്. 99.99% സിബിൻ പുറത്താവാൻ തന്നെയാണ് ചാൻസ് ആസ് യൂഷ്വൽ ഈ പ്രൊമോ കണ്ടിട്ട്. പക്ഷേ എനിക്കിത് കണ്ടിട്ടൊരു ട്വിസ്റ്റ് ഫീൽ ചെയ്യുന്നു. കാരണം സിബിൻ പുറത്തായിട്ടില്ല എന്നെൻ്റെ മനസ്സ് പറയും പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളോട് ഒന്ന് പറയുന്നതായിരിക്കും. ഇന്നലെ ഞാൻ പൂജയുടെ കേസ് നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ അറിയുന്നുണ്ടെങ്കിൽ, കറക്റ്റ് കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് നിങ്ങളോട് പറയും. ഇപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് സിബിൻ പോയിട്ടുണ്ടാവില്ല, ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ്. നോക്കാം. പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രൊമോക്കകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ആയിപ്പോയി. എന്തൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്? അൺപ്രഡിക്റ്റബിൾ, മാറ്റിപ്പിടുത്തം, ഇരിക്ക വയ്യ. ഇപ്പോൾ ഇത് കണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പ്രൊമോ കണ്ടിട്ട് എല്ലാവരും പുറത്തു പോയി എന്ന് തന്നെയാണ് കരുതുന്നത്. ഞാനും പുറത്തു പോയി എന്ന് തന്നെയാണ് ആ പ്രൊമോ കണ്ടിട്ട് കരുതുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്. കാരണം പ്രൊമോയിൽ ഇങ്ങനെ ഇന്നലെ പ്രൊമോ എടുത്ത് കാണിച്ചു, അതുപോലെ തന്നെ സംഭവിച്ചു പൂജയുടെ കേസ്. പക്ഷേ ഇന്ന് അതുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കിട്ടോടെ നിർത്തിയേക്കാം. പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ്. എല്ലാ പ്രൊമോസും സത്യമാവണം എന്നില്ല. എല്ലാ ആശയങ്ങളും എല്ലാ ഐഡിയോളജീസും അതുപോലെ തന്നെ എല്ലാ ചിന്തകളും ശരിയാവണമെന്നുമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ കഴിഞ്ഞ് എന്തായാലും അറിയാൻ പറ്റുമായിരിക്കാം. അതായത് എനിക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം ഞാൻ വൈകിട്ട് സന്ധ്യയ്ക്കൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ട്, ഓക്കെ ആണ് എന്നുള്ള ഒരു ലെവലിലാണ് എനിക്കൊരു വിവരം കിട്ടിയത്. അത് ഞാൻ കൺഫേംഡ് ഒന്നും പറയണില്ല, എനിക്കൊരു വിവരം അങ്ങനെയാണ് കിട്ടിയത്. ഇനി അതിന് ശേഷമാണോ ഇത് നടന്നതെന്ന് എനിക്കറിയില്ല, അതോ എനിക്ക് കിട്ടിയ ന്യൂസ് ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. അതും ഞാൻ കൺഫേംഡ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഞാൻ പറയുന്നില്ല. വെയിറ്റ് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ബിഗ് ബോസ് ആയിരുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റുമായിട്ട് വരാം, ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.